ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കും. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പറഞ്ഞ FIR ഇടും. എനിക്ക് ഒരു കുറ്റകൃത്യം നടന്നാൽ FIR ഇടും. പക്ഷെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ FIR-ന് തത്തുല്യമായി, നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്കറിയുന്നില്ല, FIR-ന് തുല്യമായ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഇടും. അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് JJ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട്. കുട്ടി കുറ്റവാളികളെ കൊണ്ടുപോയി എത്തിക്കുന്ന ബോർഡാണ് JJ ബോർഡ്. JJ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകും. JJ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ അവിടുന്ന് ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റപ്പെടും. പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കാം, തമ്പുരാക്കന്മാരായിട്ട് വിരാജിക്കാം. പഠനത്തിന്റെ ലോകത്തല്ല, അറിവിന്റെ ലോകത്തല്ല. തെരുവിൽ കിടന്ന് മൽപ്പിടുത്തം നടന്ന് തെണ്ടിത്തരം കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ്. അതിന് യാതൊരു സ്കോപ്പിംഗും ഇല്ല. എന്റെ ഭാഷയിൽ ക്രിമിനൽസ് ആണ്, പക്ക ക്രിമിനൽസ് ആണ്. അത് വിദ്യാർത്ഥികളായാലും കൊള്ളാം, വലിയവരായാലും കൊള്ളാം, ക്രിമിനൽസ് തന്നെയാണ്. നിങ്ങൾക്ക് ചിരിയുണ്ടല്ലോടാ, ചിരി വരുന്നുണ്ടല്ലേ? ഞാൻ ചിരിക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയണത്. നാളെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ അയച്ച് അതിൽ പേര് വന്നു കഴിഞ്ഞാൽ നിനക്കൊന്നും ഒരു പാസ്പോർട്ട് കിട്ടില്ല. അത് ഉറപ്പിച്ചോ. ഒരു പുറത്തേക്ക് പോകാൻ കിട്ടില്ല, ഒരു പാസ്പോർട്ട് കിട്ടില്ല. ഇന്നൊരു തൂപ്പുകാരന്റെ ജോലി കിട്ടാൻ, ഒരു പെട്രോൾ പമ്പിൽ അടിച്ചു കൊടുക്കാൻ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇവൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വേണം. അവിടെ കമ്പ്യൂട്ടറിൽ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ജന്മമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. PCC എന്ന് പറയും, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പിന്നെ ഗോവിന്ദ സ്വാഹ കഴിഞ്ഞ ജീവിതം. ഈ സിനിമ കണ്ടിട്ട് പല തോന്നിയാസ സിനിമകൾ നമ്മുടെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പിള്ളേരെ തോന്നിയാസികളാക്കി കാണിക്കുന്ന, ചിത്രീകരിക്കുന്ന പല സിനിമകൾ ഇറങ്ങിയിരിക്കുകയാണ്. അത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകളാണ്. അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ തെരുവിൽ കിടന്ന് യുദ്ധം ചെയ്യണ്ട. ഇൻസ്റ്റാഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല, ഫേസ്ബുക്കും ഇല്ല. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊരു കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ചതാണ്, ജീവിച്ചതാണ്. എന്റെ അച്ഛന് കൂലിപ്പണിയായിരുന്നു. ആ കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജീവിച്ച ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ്, പ്രീ കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളെപ്പോലെ തെരുവിൽ യുദ്ധം നടത്തിയിട്ടല്ല, തെരുവിൽ തമ്മി തല്ലിയിട്ടല്ല, തെരുവിൽ തമ്മി തല്ലിയിട്ടുമല്ല, അടിപിടി ഉണ്ടാക്കിയിട്ടുമല്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള തെരുവിൽ ഇതിലെല്ലാവരും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇതിൽ കുറെ വിഷവിത്തുക്കളുണ്ട്, കുറെ വിഷങ്ങളുണ്ട്. ഒരു കുടം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വിഷം മതി മൊത്തം ആ വെള്ളം നശിപ്പിക്കാനായിട്ട്. അങ്ങനെ എല്ലാത്തിനും കുറെ വിഷങ്ങളുണ്ട്. പുഴുക്കുത്തുകൾ എന്ന് പറയും. ആ പുഴുക്കുത്തുകൾ എന്ത് ചെയ്യും? ഒരു ഫ്രൂട്ടില് അല്ലെങ്കിൽ ഒരു പഴത്തിൽ ഒരു പുഴുക്കുത്തുണ്ടായി ആ പുഴു ആ ഫലത്തെ മുഴുവൻ നശിപ്പിക്കും. അങ്ങനെയുള്ള പുഴുക്കുത്തുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അവരെ മാറ്റി നിർത്തണം. ഇത് പഠിക്കുന്ന പിള്ളേർക്കുള്ള ഏറ്റവും വലിയ കാര്യമാണ്. കാരണം എല്ലാ കുട്ടികളും വലിയ സമ്പന്നന്മാരെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ല. അവര് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നതിന്, വിദ്യാലയങ്ങളിലേക്ക് വിടുന്നതിന് അച്ഛനമ്മമാർക്ക് നല്ലൊരു വിഷനുണ്ട്. നിങ്ങൾക്കുള്ള ഈ ഫെസിലിറ്റീസ് ഒരുക്കി തരുന്നത്, ഈ ഡ്രസ്സ്, കാര്യങ്ങള്, നല്ല വാച്ച്, സ്മാർട്ട് വാച്ചുകള്, പിന്നെ എല്ലാവരും ഒളിപ്പിച്ചു വയ്ക്കുന്ന മൊബൈൽ ഫോണ്, ഇതൊക്കെ, പിന്നെ വണ്ടി ഓടിച്ച് പാർക്ക് ചെയ്യുന്ന വണ്ടികള്, ഇതൊന്നും എനിക്ക് അറിയുന്നതല്ല. കുറെ കണ്ണടച്ചു വിടുകയാണ് നമ്മള്. കാരണം നിങ്ങളെ പോലുള്ളവരായിട്ട് മൽപ്പിടുത്തെടുത്ത് നമുക്ക് സമയമില്ല, താല്പര്യമില്ല. പക്ഷെ അതാണ് വേണ്ടി വരിക എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇടപെടും. ഇനി തെരുവിൽ ഞാനാണ് ഇന്നലെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അടി കൊണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ അധ്യാപകർക്കാണ് അടിക്കാൻ പേടിയുള്ളൂ. എനിക്ക് അടിക്കാൻ യാതൊരു പേടിയില്ല. എനിക്കെതിരെ നിങ്ങൾ പരാതിയും പറയാം. എന്റെ പേര് അനൂപ് എന്നാണ്. എനിക്കെതിരെ എന്ത് പരാതി വേണം നിങ്ങൾക്ക് തരാം. ഞാൻ പല പണി ചെയ്തിട്ടതാണ്. ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പണിക്ക് പോയിട്ടുള്ളതാണ്. അതിന്റെ തഴമ്പാണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. ഞാൻ പണിക്ക് പോയി പഠിച്ചവനാണ്. ഈ പണീനെ വേണമെന്നില്ല. എനിക്ക് ഒരു പേടിയില്ല ഒരുത്തിന്. നിങ്ങൾ അധ്യാപകർക്ക് പേടിയുണ്ടാവും, എനിക്ക് പേടിയില്ല. ഞാനൊരു അധ്യാപകനായിട്ടുണ്ട്, കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചുള്ള ഞാനും. അപ്പൊ ആ ഒരു പരിപാടിയില്ല. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ലാസ്റ്റ് ഒരാള് അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ ഇടപെടുന്നു. ഈ നാട്ടുകാരുടെ ഇടപെടൽ കാരണം ഞാൻ ഇപ്പൊ വന്നത് ഇവിടെ. നിങ്ങൾ റോഡിൽ കിടന്ന് തോന്നിയസം കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അത് പബ്ലിക് ന്യൂസൻസ് പറയും, പൊതുശല്യം. ഈ സ്കൂളിലത്തെ പിള്ളേര് പൊതുശല്യങ്ങളായി മാറുകയാണ്. എന്തൊരു നാണക്കേടാണ് മക്കളെ. തന്തിയും തള്ളിയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ജോലിക്ക് വിടുകയാണ്, പഠിച്ച് നന്നാവട്ടെ വിചാരിച്ച് വിടുകയാണ്. തെരുവിൽ കിടന്ന് പട്ടികളെ പോലെ തല്ലുണ്ടാക്കുകയാണ്. തന്തേനെ തള്ളേനെ പറയിപ്പിക്കണത്. അത് മനസ്സിലാക്കി നാട്ടുകാർ, ഞാനല്ല പറയണത്, നാട്ടുകാര്